ഇനി അർജുൻ്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ 2 കാറ്റഗറി വരുന്നത്, ഒന്ന് അർജുൻ്റെ ഏജ് അവൻ്റെത് 30 അതെന്തോ വട്ടവർ. ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്നത് ഒരു ഏജ് വെക്കുന്നത് 60 അത്ര ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടുന്നു. അപ്പം ഞാൻ ഇന്ന് 2024 ഓനക്ക് 75,000 രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗം. അവിടുന്ന് ഈ 60 ഇവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഞാൻ അതൊരു എന്താ പറയുക, ഒരു ഓണർ എന്നുള്ള നിലക്ക് ഞാൻ എന്താ പറയുക, എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നാക്കിൽ അത് അവിടെ ഒരു ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ, പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ ഡോക്യുമെൻ്റ് അത് ഓൻ്റെ മക്കൾക്ക് അതൊരു ഓൻ്റെ മോനക്കൊരു ഭാര്യയ്ക്ക് ഒരു ഉപകാരപ്പെടും. വലിയ എമൗണ്ട് കിട്ടും. ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെൻറ്റിനും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ കൊടുക്കാൻ നമ്മളാണല്ലോ ഇപ്പോൾ അത് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആ പണം കുറച്ചും കൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു. അത് അത്ര എന്ത് മാത്രമല്ല അത് സത്യമാണ്. 75,000 ആണെന്നുള്ളത്. 10 മാഡം. ഒരു ട്രിപ്പ് പോയി ചില സമയത്ത് ചിലപ്പോൾ എന്താവും, വണ്ടി ചിലപ്പം അല്ല കുറവാ 75,000 കൂടുതലുള്ള മാസങ്ങളും ഉണ്ടായിക്കിനെ. അല്ല ഞാൻ അത് വിടി, നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് അതൊന്ന് ഇനി കൂടുതൽ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഓൻ ഒപ്പിട്ടുണ്ട് കാണിച്ചിട്ട്. വലിയ വിഷയങ്ങളല്ല. നമ്മൾ ഓരോ മാക്സിമം സേഫ് ആക്കിയിട്ട് ഞങ്ങൾ ആവശ്യം അർജുനെ അവിടുന്ന് കൊണ്ടുവരാന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഇനി അവരൊരു പത്രസമ്മേളനം നടത്തി. അതിൽ 2-3 കേസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞു. വീണ്ടും നമ്മളത് ദയവ് ചെയ്തിട്ട് ആ ഒരു കാര്യം കൂടി, ആ പത്രസമ്മേളനം ചെയ്തതും നമുക്ക് പ്രശ്നമില്ല ഇനിയും. പക്ഷെ ആ പത്രസമ്മേളനം ചെയ്തതിന്റെ പേരിൽ അവരനുഭവിക്കുന്നത് നമുക്ക് വിഷമാവണതിനോടാണ് നമ്മളിപ്പോൾ ഈ പത്രസമ്മേളനം. അല്ലെങ്കിൽ എന്താ പറയണത്, ഞാൻ ഓരോ മെസ്സേജ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്താക്കില്ല, മറുപടി കൊടുക്കാറില്ല.